ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അംബിഷ്യസ് ആളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചുമ്മാ ഇരുന്നാലും, അതായത് നമ്മൾ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര ടയേർഡ് ഫീലിംഗ് വരാം. ഇതിൻ്റെ റീസൺ നമ്മുടെ മൈൻഡ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുന്നു, കരിയറിനെ പറ്റി ആലോചിക്കുന്നു, പൈസ ഉണ്ടാക്കണം, അംബിഷൻസ്, അതേപോലെ തന്നെ ഫാമിലി. അതുകൂടാതെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരെ വെച്ച് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വരെ നമ്മുടെ മനസ്സാലിക്കും ലൈഫ് കൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഞാൻ ചെയ്യണ്ടേ, വൈ എം ഐ നോട്ട് വെയർ ഐ വോണ്ട് ടു ബി, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഹൈ അച്ചീവേഴ്സിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്ന് എൻ്റെ ലൈഫ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക, അപ്പോൾ വേറെ ആരും കയറിപ്പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരും. ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഓവർലോഡ് ആയിപ്പോകും. നിങ്ങൾ ഈ ഹസൽ കൾച്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് വെരി സിമിലർ ടു ദിസ് ഓവർലോഡിങ് ഓഫ് ദ നെർവസ് സിസ്റ്റം. സോ എന്താ ചെയ്യുക, കോൺഷ്യസ് ആയിട്ട് എവറി ഡേ ഒരു 10 മിനിറ്റ്സിന് ഒരു പോക്കറ്റ് സ്പേസ് എടുത്തിട്ട് 10 മിനിറ്റ് ചുമ്മാ വെളിയിൽ പോയിരുന്നിട്ട് എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുക. പ്ലെയിൻ ബ്ലാങ്ക്. നമ്മൾ ആ ടൈമിൽ വെളിയിലോട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒബ്സർവ് ചെയ്യുക. സാധാരണ മെഡിറ്റേഷനിൽ പറയാൻ നമ്മുടെ ബ്രത്തിനെ ഒബ്സർവ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണലി നോക്കാനാണ്. ഞാൻ പറഞ്ഞ ഈ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഔട്ട്സൈഡ് യു, ലുക്ക് അറ്റ് ദ തിങ്സ് അറൗണ്ട് യു. എന്തുവാവാം, മരങ്ങളെ നോക്കാം, പൂക്കൾ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ കിളികൾ പറക്കം നോക്കാം, പൂച്ചയും പട്ടിയും അതിനെ നോക്കാം. ഒരു 10 മിനിറ്റ്സ് കോൺഷ്യസ്ലി പ്രസൻറ്റ് വന്നിരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അത് മൈൻഡിന് ഒരുപാട് റിലാക്സേഷൻ തരുത്തും. ഓക്കെ.